بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب من بعد ما أهلكنا القرون الأولى بصائر للناس وهدى ورحمة لعلهم يتذكرون وما كنت بجانب الغربي إذ قضينا إلى موسى الأمر وما كنت من الشاهدين ولكننا أنشأنا قرونا فتطاول عليهم العمر وما كنت ثاويا في أهل مدين تتلو عليهم آياتنا ولكننا كنا مرسلين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1318 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب من بعد ما أهلكنا القرون الأولى بصائر للناس وهدى ورحمة لعلهم يتذكرون وما كنت بجانب الغربي إذ قضينا إلى موسى الأمر وما كنت من الشاهدين ولكننا أنشأنا قرونا فتطاول عليهم العمر وما كنت ثاويا في أهل مدين تتلو عليهم آياتنا ولكننا كنا مرسلين. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 43 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവബഹുലമായ ദൗത്യ നിർവഹണ ജീവിതം, അതിന്റെ ഏകദേശം തുടക്കം മുതൽ അതിന്റെ പരിസമാപ്തി വരെയുള്ള ഭാഗം സംക്ഷിപ്തമായും സമഗ്രമായും വിവരിക്കപ്പെട്ടതാണ്. സൂറത്തുൽ ഖസസിൽ ഇതിനകം നമ്മൾ പിന്നിട്ടിട്ടുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുകയുണ്ടായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ശൈശവം മുതൽ ഫിറൗനുമായുള്ള ആശയ സംവാദത്തിന്റെ പരിസമാപ്തിയായിട്ട് അള്ളാഹുവിന്റെ ഇടപെടലും നടപടിയും ഒക്കെ ഉണ്ടാവുകയും ഫിറൗൻ ചെങ്കടലില് അയാളുടെ സൈന്യത്തോടൊപ്പം മുങ്ങി മരിക്കുകയും ചെയ്ത സംഭവങ്ങളാണ് സവിശദം നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹു നൽകിയ സാധ്യതകളെയും അവസരങ്ങളെയും ഒക്കെ പാഴാക്കി കളയുകയും ധിക്കാരത്തിലും ധാർഷ്ട്യപരമായ നിലപാടിലുമൊക്കെയായി നിലകൊള്ളുകയും ചെയ്തുകൊണ്ട് ഒടുക്കം നരകത്തിലേക്ക് കുറ്റവാളികളെ നയിക്കുന്ന സംഘത്തിന്റെ തലവനായിക്കൊണ്ട് മാറുകയാണ് ഫിറൗൻ ചെയ്യുന്നത്.
വജഅൽനാഹും അയിമ്മത്തൻ യദഊന ഇലന്നാർ എന്നാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അള്ളാഹു അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കുന്നത്. ഫിറഔനും അയാളുടെ അനുയായികളും അല്ലെങ്കിൽ അയാളുടെ സൈനികരും ജനങ്ങളെ അഗ്നിയിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്നവരായി നാം മാറ്റുകയുണ്ടായി. അന്ത്യനാളിൽ അവർക്ക് സഹായികളായിട്ട് ആരും രംഗത്ത് വരികയില്ല. ഇതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഐഹിക ലോകത്തും തുടർന്ന് പാരത്രിക ലോകത്തും അവരെ പിന്തുടർന്ന് അവർക്ക് അകമ്പടിയായിട്ട് ലഭിക്കുന്നത് ശാപമായിരിക്കും. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അങ്ങേറ്റത്തെ നിന്ദ്യതയും ദൈന്യതയും പേർന്ന മഖ്ബൂഹുകളായിട്ടാണ് അവര് രംഗത്ത് വരിക എന്നുകൂടിയാണ് അല്ലാഹു നമ്മൾ പിന്നിട്ട ഭാഗത്ത് ഫിറൗനെയും അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട സൈനികരെയും അല്ലെങ്കിൽ അയാളുടെ അധികാര സംവിധാനങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് നിന്ന പ്രമാണിമാരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ഇവിടെ പിന്നിട്ടിട്ടുള്ളത്. ആ ഭാഗമാണ് വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം ഫറോവയുടെ അന്ത്യത്തോടുകൂടി അവസാനിക്കുന്നില്ല. ബനു ഇസ്രായേൽ സമൂഹത്തെ മൂസ അലൈഹിസ്സലാം ചെങ്കടൽ കടന്ന് മറുകരയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ബനു ഇസ്രായേലിന്റെ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ്. ഫലസ്തീനിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്തിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് യാക്കൂബ് അലൈഹിസ്സലാമും സന്തതികളും എത്തിച്ചേർന്ന നാള് മുതല് പിന്നീട് ഈജിപ്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ അവരെ ഖിബ്തികളുടെയും ഫറോവമാരുടെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ കടന്ന് സിനായ് മരുഭൂമിയിലേക്ക് എത്തുന്നത് വരെയുള്ള ഭാഗമാണ് നമ്മളിവിടെ വിവരിക്കപ്പെട്ടതായിട്ട് കാണുകയുണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് ബനു ഇസ്രായേൽ സമൂഹത്തെ ദൈവിക മാർഗദർശനത്തിന്റെ അടിത്തറയിൽ പുനരാവിഷ്കരിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ദൗത്യം മൂസ അലൈഹി ഇസ്ലാം നിർവഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ പിന്നിട്ട കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിനേക്കാൾ സമഗ്രമായ, പ്രയാസകരമായ, അദ്ദേഹത്തിന് വ്യക്തിപരമായി മനോവിഷമം ഉണ്ടാക്കുന്നതൊക്കെയായ പല അനുഭവങ്ങളും മൂസ അലൈഹി ഇസ്ലാം ഏറ്റുവാങ്ങുന്നത് ഈ ബനു ഇസ്രായേൽ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയും അവരെ ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ആ കാര്യം നിർവഹിക്കുന്ന ഘട്ടത്തിലാണ് എന്നത് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാം ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും എല്ലാ തലങ്ങളും വിവിധ വശങ്ങളോട് കൂടി വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വിവരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയ ഒരു അത്യസാധാരണമായ പരിശീലനത്തെ കുറിച്ച് നമ്മൾ സൂറത്തുൽ കഹ്ഫില് വിശദമായിട്ട് കാണുകയുണ്ടായിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ സമൂഹത്തെ സംസ്കാരമുള്ളവരും ദൈവിക മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടവരും ഒക്കെ ആക്കി അവരെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു സമൂഹമാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങളെയൊക്കെ വിശദമായിട്ട് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ ഈ കാര്യങ്ങൾ ആറ്റിക്കുറുക്കിക്കൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ.
നമുക്ക് ആ ആയത്തുകൾ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊല. മൂസ അലൈഹിസ്സലാമിന് നിശ്ചയമായിട്ടും നാം നൽകുകയുണ്ടായി അൽ കിതാബ, ദൈവിക ഗ്രന്ഥം, വേദഗ്രന്ഥം നൽകുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം തൗറാത്താണ്. നമ്മളത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് നാം ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകളായ വേദഗ്രന്ഥം നൽകിയുണ്ടായി. എപ്പോഴാണ്? മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊല, പൂർവിക തലമുറകളെ നാം നശിപ്പിച്ചതിന് ശേഷം. പൂർവിക തലമുറകൾക്ക് ദൈവിക മാർഗദർശനം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ അവരെ ഉത്ബോധിപ്പിക്കുന്നതിനും അവരെ ദൈവികമായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ ഉണർത്തുന്നതിനുമൊക്കെയായി പ്രവാചകന്മാരെ അയക്കുകയും അവരുടെ ഇടപെടലുകളിലൂടെ പൂർവിക സമൂഹങ്ങളെ നിരന്തരമായിട്ട് ദൈവിക മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ദൈവിക മാർഗം അതിന്റെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട് പിന്തുടരാൻ സന്നദ്ധരാവാതിരിക്കുകയാണ് പൂർവിക സമൂഹങ്ങള് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന്റെ മുമ്പ് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളത്. പല ഘട്ടങ്ങളിൽ അള്ളാഹു അവരിലേക്ക് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അവര് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങി നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിലെ അവസാനത്തെ ഒരു ഇനമായിട്ടാണ് ഫിറൗനും അയാളെ പിന്തുണച്ച സൈനികരും ഒന്നാകെയായി ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ അവസരം ഉണ്ടാകുന്നത്. ഇവര് ചരിത്രത്തിന്റെ തുടക്കമായിരുന്നില്ല എന്നതാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിന്റെ അവസാനവും ആയിരുന്നില്ല. ഇവർക്ക് മുമ്പ് ദൂതന്മാര് ഇവരുമായി ബന്ധമുള്ള ധാരാളം സമൂഹങ്ങളിലേക്ക് പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട്. ആ ദൂതന്മാര് പഠിപ്പിച്ച സന്ദേശങ്ങളും അവരുടെ മാർഗദർശനവും ഒക്കെ അവർക്കിടയില് പല രൂപത്തിലായിട്ട് അവശേഷിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷെ ദൈവിക സന്ദേശങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് താന്തോന്നികളായി ജീവിക്കുന്ന സമൂഹങ്ങളായിട്ട് അവർ മാറിയപ്പോ അവരെ ഗുണദോഷിക്കാനും അവരെ സത്യമാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുമായിട്ട് പലപ്പോഴായിട്ട് ദൈവിക ദൂതന്മാരെ അള്ളാഹു അയക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആളുകള് അതൊന്നും വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുകയല്ല ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ സമൂഹങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഈ തലമുറകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുയോട് സൂചിപ്പിക്കുന്ന അതാണ്. മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകുന്നത് മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊല, ഒട്ടേറെ പൂർവിക തലമുറകളെ നാം നശിപ്പിച്ചതിനെ തുടർന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകുന്നത്. ഈ പൂർവിക തലമുറകളെ ഒട്ടേറെ നശിപ്പിച്ചു എന്നിവിടെ പരാമർശിച്ചതില് അതിലേറ്റവും അവസാനത്തെ സംഭവമാണ് ഫിറൗനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകളും ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ അള്ളാഹു സാഹചര്യം ഒരുക്കുകയുണ്ടായി എന്നത്. ആ സംഭവത്തിന് ശേഷം അതിനെ മാത്രമായിട്ടല്ല അള്ളാഹുവിടെ പരാമർശിക്കുന്നത്, അതും ഉൾപ്പെടുന്ന ഒരുപാട് ദൈവിക നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന തലമുറകളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങൾക്കൊക്കെയും തന്നെ പൂർവിക ഘട്ടങ്ങളില് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട മാർഗദർശനം അവരുടെ മുന്നിലുണ്ടായിരുന്നു. അത് ഉൾക്കൊള്ളാനുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താൻ നിരന്തരം ദൈവിക ദൂതന്മാര് നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ അവഗണിച്ച ആ സമൂഹങ്ങളെ അള്ളാഹു പല ഘട്ടങ്ങളിലായിട്ട് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് നാം വേദഗ്രന്ഥം നൽകിയുണ്ടായി എന്ന് അള്ളാഹു പറയുന്നത്. ഈ വേദഗ്രന്ഥം നൽകുന്നത് ഫിറൗനും അനുയായികളും
ചെങ്കടലിൽ മുങ്ങി മരിക്കുക എന്ന സംഭവം അരങ്ങേറുന്നതിന് ശേഷമാണ്. ബനൂ ഇസ്രായേൽ സമൂഹം ഈജിപ്റ്റ് വിട്ട് സിനായി മരുഭൂമിയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ അള്ളാഹു അവരുടെ മാർഗദർശനത്തിനായിട്ട് ദൈവിക ഗ്രന്ഥം മൂസ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് ചരിത്രപരമായി അതുപോലെ വിശുദ്ധ ഖുർആന്റെ വിവരണ ശൈലിയിൽ നിന്ന് ഒക്കെ വ്യക്തമാകുന്നത്. അപ്പോ പൂർവിക സമൂഹങ്ങളെ ഒട്ടേറെ നശിപ്പിച്ച ആ പല ഘട്ടങ്ങളും പിന്നിട്ടതിന് ശേഷം അതിന്റെ ഭാഗമായി ഫിറോനും കൂട്ടരും ചത്തൊടുങ്ങി എന്നതും അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ തുടർന്നാണ് ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ബസാഇറുൽ ലിന്നാസായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകുന്നത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ദൈവിക പ്രതിഭാസമാണ്. വേറെ ചില നിലക്ക് പറഞ്ഞാൽ ദൈവികമായ ആയാത്തുകളാണ്. അപ്പൊ ജനങ്ങൾക്ക് കണ്ണു തുറക്കാൻ കൃത്യമായ അടിത്തറയുള്ള ബോധ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന ബസായിറുകൾ ആയിട്ടാണ് അള്ളാഹുവിടെ മൂസ അലൈഹി ഇസ്ലാമിന് വേദം അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണിത് വേദം ബസായിറായി വെച്ചിരിക്കുന്നത്? ബസീറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനാണ് ബസായിർ. ബസീറത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറപ്പിക്കുന്ന വിധത്തിൽ, ഉൾക്കാഴ്ച പകരുന്ന വിധത്തിലുള്ള ഒരു ദൈവിക ദൃഷ്ടാന്തം. അത് വേദഗ്രന്ഥത്തിന്റെ രൂപത്തിൽ ഉണ്ടാവാം, പ്രകൃതി പ്രതിഭാസമായിട്ടുണ്ടാവാം, ചരിത്ര സംഭവമായിട്ടുണ്ടാവാം, മനുഷ്യ ജീവിതത്തിലും ചരിത്രത്തിലുമൊക്കെ അള്ളാഹു നടത്തിയ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനമൊക്കെ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പായി ഉണ്ടായ മക്കയിലെ ആമുൽ ഫീൽ സംഭവം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. ഇതിനെക്കുറിച്ചൊക്കെ ബസീറത്തായിട്ട് അല്ലെങ്കിൽ ബസായിറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം ബസായിറുകൾ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധ്യം പകരുന്ന, ഉൾക്കാഴ്ച നൽകുന്ന ആയാത്തുകളായിട്ടാണ് നാം മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം അവതരിപ്പിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ വഹുദൻ വറഹ്മതൻ, അത് സന്മാർഗമാണ്, ജനങ്ങൾക്കുള്ള അനുഗ്രഹവുമാണ്, ജനങ്ങൾക്കുള്ള റഹ്മത്താണ്, ജനങ്ങൾക്കുള്ള മാർഗദർശനവുമാണ്. അവരെ കണ്ണു തുറപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെങ്ങനെ ജീവിത പ്രയാണം നടത്തണം എന്ന് അവരെ പഠിപ്പിക്കുന്നു. ഒന്നാമത്. മറ്റൊന്ന്, അവർക്ക് വലിയ കാരുണ്യമാണ്, അത് വലിയ അനുഗ്രഹമാണ്. കാരണം ദൈവികമായി പകർന്നു നൽകിയിരിക്കുന്ന മാർഗദർശനത്തിന്റെ കാരണത്താൽ ആളുകൾ അനുഭവിക്കുന്ന മനസ്സമാധാനവും സന്തോഷവും വിവരണാതീതമായതാണ്. അങ്ങനെയുള്ള മനസ്സമാധാനവും സന്തോഷവും ദൈവിക മാർഗദർശനത്തിലൂടെ ആളുകൾക്ക് നേടാൻ കഴിയുന്നില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അശാന്തിയാണ്, മനസ്സിന് വല്ലാത്ത വെപ്രാളമാണ്, അസ്വസ്ഥതയാണ് അനുഭവപ്പെടുക. എന്നാൽ ആ അസ്വസ്ഥതകളെയും അതുപോലെ മനസ്സിന്റെ അശാന്തിയെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് വലിയ മനസ്സമാധാനത്തിന്റെ നങ്കൂരം നൽകുന്നത് യഥാർത്ഥത്തില് പ്രവാചകന്മാര് മുഖേന അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ദൈവിക മാർഗദർശനത്തിൽ അടങ്ങിയിട്ടുള്ള അവർക്കെന്നും അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ദൈവിക അനുഗ്രഹവും കാരുണ്യവും ഒക്കെയാണ്. അങ്ങനെയാണ് അത് അവർക്ക് റഹ്മത്തായി മാറുന്നത്. അത് ഒന്നാമതായി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കൃത്യമായ ബോധ്യമായി മാറുന്ന ബസായിറായിട്ടാണ് ഈ ആയാത്തുകളെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അവർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് കൃത്യമായി പഠിപ്പിക്കുന്ന മാർഗദർശനമാണ്. കൂടാതെ അവർക്ക് വലിയ മനസ്സമാധാനവും അതുപോലെ മനഃശാന്തിയും ഒക്കെ പകരുന്ന അവർക്കുള്ള കാരുണ്യമാണ്, ദൈവികമായിട്ടുള്ള കടാക്ഷമാണ് ഈ വേദഗ്രന്ഥത്തിലൂടെ മൂസ അലൈഹി ഇസ്ലാമിന് നാം അവതരിപ്പിച്ചു കൊടുക്കുകയുണ്ടായത് എന്നാണ് അല്ലാഹു പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് ഫിറൗനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ച് ഫിറൗനും കൂട്ടരും നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് തലമുറകളെ തന്നെ അള്ളാഹു അതിനകം പലതും
പല തലമുറകളെയും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് ചരിത്രത്തിന്റെ ഒരു പുതിയ തുടക്കം എന്ന നിലയ്ക്ക് ഒരു പുതിയ കാലഘട്ടത്തിനെ രൂപകൽപ്പന ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പുതിയ സംസ്കാരവും ദൗത്യ നിർവഹണവും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനായിട്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തെ മനുഷ്യ സമൂഹത്തിന്റെ നായകന്മാരാക്കുന്നതിന് വേണ്ടി അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യതദക്കറൂൻ, അവര് ബോധമുള്ളവരായി മാറുന്നതിന് വേണ്ടി. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, മനുഷ്യരുടെ ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ള, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറുന്നതിന് വേണ്ടിയാണ് വേദം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ പിന്നിട്ട കാലഘട്ടങ്ങളിൽ ഫിറഔൻ സമൂഹത്തെ ഉൾപ്പെടെ പല സമൂഹങ്ങളെയും അള്ളാഹു നശിപ്പിച്ച സംഭവങ്ങളൊക്കെയും അവരുടെ സ്മൃതി പദത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ദൈവിക സൂക്തങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ അവർക്ക് എന്നും സഹായകമായ സംഗതികളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതുപോലെ വരും തലമുറകളെ സത്യമാർഗത്തിലേക്ക് നയിക്കുന്നതിനുള്ള ദൗത്യം നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും ആ വേദഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ലഅല്ലഹും യതദക്കറൂൻ എന്നാണ് അള്ളാഹുവിടെ അതിനെ ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നത്. അവര് ഓർക്കുന്നവരായി അല്ലെങ്കിൽ ബോധമുള്ളവരായി അതുപോലെ പാഠം ഉൾക്കൊള്ളുന്നവരായി മാറുന്നതിന് വേണ്ടിയാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം യഥാർത്ഥത്തില് മറ്റൊരു ദിശയില് അവിടെ പുനരാരംഭിക്കുകയാണ്. അവിടെ ഈജിപ്തിലെ അവരുടെ കാലഘട്ടം അവസാനിച്ചു. അവര് ഫലസ്തീനിലേക്കുള്ള മടക്കയാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബനൂ ഇസ്രായേലിന് വലിയ പ്രതാപത്തിന്റെ കാലം വരാനിരിക്കുകയാണ്. അവർ ഫലസ്തീനിൽ തിരികെ എത്തിയതിനു ശേഷം വലിയ പ്രതാപം പ്രതാപം കാണിച്ച ഭരണാധികാരികളും ദൈവിക മാർഗദർശനം അവർക്ക് പകർന്നു നൽകിയിട്ടുള്ള പ്രവാചകന്മാരും ഒക്കെ അവരിലേക്ക് പിന്നീട് എത്തുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹമാണ് ഫലസ്തീൻ കേന്ദ്രമായിക്കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന സമൂഹമായിട്ട് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതിനൊക്കെ പറ്റുന്ന വിധത്തിൽ ആ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്നതിനും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവര് ആയി മാറുന്നതിനൊക്കെ വേണ്ടിയുള്ള ദൈവിക ഇടപെടലുകൾ നടത്തിയതിനെ കുറിച്ചാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. വമാ കുൻത ബിജാനിബിൽ ഗർബി, പ്രവാചകനോടാണ് ഇത് സംസാരിക്കുന്നത്. പ്രവാചകരെ, താങ്കൾ ആ പർവ്വതത്തിന്റെ പശ്ചിമ ഭാഗത്തായിരുന്നില്ല, പടിഞ്ഞാറ് ഭാഗത്തായിരുന്നില്ല താങ്കൾ ഉണ്ടായിരുന്നത്. ഇത് ഖലൈന ഇല മൂസ അല്ലാം, മൂസാക്ക് നാം ഈ ചുമതല ഏൽപ്പിച്ചപ്പോ മൂസാക്ക് വേദഗ്രന്ഥം നൽകുകയും ദൈവിക ശാസനകൾ അടങ്ങിയിട്ടുള്ള ഫലകങ്ങള് നൽകുകയൊക്കെ ചെയ്ത ഘട്ടത്തില് നീ ആ പശ്ചിമ ഭാഗത്ത് നിലകൊള്ളുന്നുണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ അഭിസംബോധന. ഹിജാസിൽ നിന്ന് അഥവാ അറേബ്യയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരങ്ങളിലാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ച, അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥവും മാർഗദർശനവും ഒക്കെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. തൂർ പർവ്വതത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഹോറബ് പർവ്വതം എന്നും പറയാറുണ്ട്. ഈ പർവ്വതത്തിന്റെ മുകളിലായിട്ട് മൂസ അലൈഹി ഇസ്ലാമുമായി നേരത്തെ ഒരു കൂടിക്കാഴ്ചക്കായി അള്ളാഹു അദ്ദേഹത്തെ അങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുപോയത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നീട് ഈജിപ്തിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമൂഹം ചെങ്കടൽ കടന്ന് സിനായ് മരുഭൂമിയിൽ എത്തിയ കാലഘട്ടത്തിൽ അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ വീണ്ടും തൂർ പർവ്വതത്തിന്റെ മുകളിലേക്കായിട്ട് വിളിക്കുന്നുണ്ട്.
40 നാളുകൾ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് 70 പൗരമുഖ്യന്മാരെയും കൂട്ടി മൂസ അലൈഹി ഇസ്ലാമിനോട് അങ്ങോട്ട് എത്താൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച കാര്യം സൂറത്തുൽ ബഖറയിൽ വിശദമായിട്ട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അറേബ്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അറേബ്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ജാനിബുൽ ഗർബിയാണ്, പടിഞ്ഞാറ് ഭാഗത്തുള്ള വശമാണ്, പടിഞ്ഞാറ് ഭാഗമാണ്. ആ പടിഞ്ഞാറ് ഭാഗത്ത് പ്രവാചകരെ താങ്കൾ ഉണ്ടായിരുന്നില്ല. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ പൗരമുഖ്യന്മാരായ 70 പേരുമായിട്ട് തൂർ പർവ്വതത്തിന്റെ മുകളിൽ എത്തിയപ്പോ അള്ളാഹു അദ്ദേഹത്തിന് ഫലകങ്ങൾ നൽകിയപ്പോ മുഹമ്മദെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തില് കാര്യങ്ങൾ അറിയാൻ താങ്കൾ അവിടെ സാക്ഷിയായിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ പിന്നെ എവിടുന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരങ്ങളൊക്കെ കരഗതമാകുന്നത്? അതിനെക്കുറിച്ചാണ് അള്ളാഹുവിടെ പറയുന്നത്. വമാ കുൻത ബിജാനിബിൽ ഗർബി, ഈ പ്രവാചകരെ താങ്കള് ആ പടിഞ്ഞാറേ വശത്തായിരുന്നില്ല. ഇത് ഖളൈനാ ഇലാ മൂസൽ അംർ, മൂസാക്ക് നാം ശാസനകള്, നിർദ്ദേശങ്ങള്, കൽപ്പനകള് നൽകിയ ഘട്ടത്തില്. വമാ കുൻത മിന ഷാഹിദീൻ, ആ ഘട്ടത്തില് കാര്യങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരോടൊപ്പം താങ്കൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നോ മുഹമ്മദെ? ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച താങ്കൾ അന്ന് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ചുമതല ഏൽപ്പിക്കുന്നതും ഫലകങ്ങൾ നൽകുന്നതും ഒക്കെ കണ്ടും കേട്ടും ആ പരിസരത്ത്, ആ പടിഞ്ഞാറേക്കരയിലായിട്ട് താങ്കൾ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. സാക്ഷികളായിട്ട് അവിടെ 10-70 പേരെ മൂസ അലൈഹി ഇസ്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഭാഷണം കേൾക്കുന്നതിന് മൂസ അലൈഹി ഇസ്ലാമിനെ തൂർ പർവ്വതത്തിലേക്ക് വിളിച്ചപ്പോ ഫലകങ്ങൾ നൽകാൻ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും മാർഗദർശനവും ഒക്കെ അടങ്ങിയ വേദഗ്രന്ഥം നൽകാൻ വേണ്ടി വിളിച്ച ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം തന്നോടൊപ്പം 10-70 പേരെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിൽ ഒരാളായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ചരിത്രപരമായി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. പിന്നെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കൃത്യമായി മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിതാനുഭവങ്ങളെ ഇത്രയും വിശദാംശങ്ങളോടുകൂടി താങ്കൾ ഇപ്പോ വിശദീകരിക്കുന്നു എന്നതാണ് ഈ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം. ആ ചോദ്യം അള്ളാഹുവിടെ ഉന്നയിക്കുകയാണ്. താങ്കൾ അവിടെ സാക്ഷിയായിട്ടുണ്ടായിരുന്നില്ല. സാക്ഷികളായി ഉണ്ടായിരുന്ന 10-70 പേരോടൊപ്പം കൂട്ടത്തിൽ ഒരാളായിട്ട് താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. പടിഞ്ഞാറ് ഭാഗത്തെ തീരത്ത്, അല്ലെങ്കിൽ പടിഞ്ഞാറേക്കരയില് താങ്കള് അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചക്കായിട്ട് എത്തിയപ്പോ താങ്കൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ അനുഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിക്കൊണ്ട് പ്രവാചകരെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിടെ പറയുന്നത് വലാകിന്ന ഖുറൂന, തലമുറകളെ തന്നെ നാം പിന്നീട് ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കൾ എത്തുന്നത് അതിനൊക്കെ ശേഷാണല്ലോ. ഇത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞു. പിന്നീട് പല പ്രവാചകന്മാരും വന്നുപോയി. ബനൂ ഇസ്രായേൽ സമൂഹത്തിന് പല നേതാക്കന്മാരും ഉണ്ടായി. ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ ദൈന്യതയുടെയും നിന്ദ്യതയുടെയും അവസ്ഥയൊക്കെ പിന്നിട്ട് വലിയ പ്രതാപത്തിന്റെയും അവരുടെ ഏറ്റവും ഉജ്ജ്വലമായ അവരുടെ സുവർണ കാലഘട്ടത്തിന്റെയും ഒക്കെ ഘട്ടങ്ങള് കടന്നുപോയി കഴിഞ്ഞിട്ടുണ്ട്. വലാകിന്ന അൻശഅ്നാ ഖുറൂന, നാം തലമുറകളെ തന്നെ പിന്നീട് കൊണ്ടുവരികയുണ്ടായി. ഫതതാബല അലൈഹിമുൽ ഉംറു, അവർക്ക് കാലങ്ങൾ തന്നെ നീണ്ടുപോവുകയുണ്ടായി. എത്രയോ ഘട്ടങ്ങള് പിന്നിട്ടു, എത്രയോ ചക്രവർത്തിമാര്
അവരുടെ അധിപന്മാരായി ഭരണം നിർവഹിച്ചു. എത്രയോ ദൈവിക മാർഗദർശനം നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ട പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി നിയോഗിക്കപ്പെട്ടിരുന്ന അവരുടെ പിൻഗാമികളും ഒക്കെ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഈ കാലമൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. വമാ കുൻത സാബിയൻ ഫീ അഹ്ലി മദിയൻ, മദിയനിൽ മൂസ അലൈഹി ഇസ്ലാം ചെലവിട്ട കാലത്ത് ഒരു കാഴ്ചക്കാരനായി മദിയൻ വാസികളോടൊപ്പം ഒരു താമസക്കാരനായിട്ട് പ്രവാചകരെ താങ്കൾ ഉണ്ടായിരുന്നില്ല. മദീനയിൽ മൂസ അലൈഹി ഇസ്ലാം എത്തിയ സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വായിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കണിശതയോടുകൂടി പറയുന്നത്? മദിയൻ വാസികളോടൊപ്പം ഒരാളായിട്ട് താങ്കൾ ഉണ്ടായിരുന്നോ? വമാ കുൻത സാവിയൻ ഫീ അഹ്ലി മദിയൻ തത്ലു അലൈഹിം ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് ഓതി കേൾപ്പിക്കുന്നവനായിക്കൊണ്ട് താങ്കൾ മദിയനിൽ ഉണ്ടായിരുന്നോ? മൂസ അലൈഹി ഇസ്ലാം അവിടെ എത്തിയ ഘട്ടത്തില് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ വലാകിന്ന കുന്ന മുർസലീൻ, അതൊന്നും ആയിരുന്നില്ല. ഇവിടെ ഒന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിഹിതനായിരുന്നില്ല. മറിച്ച് വലാകിന്ന കുന്ന മുർസലീൻ, നാം ഇതൊക്കെയും അവതരിപ്പിക്കുകയായിരുന്നു താങ്കൾക്ക്. അതാണ് വസ്തുത. നാം അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട് സാധ്യതകളാണ് ഈ വലാകിന്ന കുന്ന മുർസലീൻ എന്നതിനുള്ളത്. നാം നിരന്തരമായി ദൂതന്മാരെ അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊരു വായന സാധ്യമാണ്. അതേപോലെ തന്നെ ഈ വിവരണങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ നടത്തിയിരിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഈ ആയാത്തുകൾ അയച്ചു കൊടുത്തത് കൊണ്ട്, ഇറക്കി കൊടുത്തത് കൊണ്ട്, അവതരിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് ഇവിടെ ഒന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിഹിതനായിരുന്നില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ തൂർ പർവ്വതത്തിൽ വെച്ച് നടന്ന അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ആ സംഭവങ്ങളിൽ അതിന് സാക്ഷിയായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പ് ബാല്യത്തില് യൗവനത്തിലൊക്കെ മൂസ അലൈഹി ഇസ്ലാം മദീനയിൽ എത്തിപ്പെട്ട കാലത്ത് അവിടെ ശുഐബ് അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തില് വർഷങ്ങൾ തന്നെ പിന്നിട്ട അല്ലെങ്കിൽ ചെലവഴിച്ച ആ സമയത്തൊന്നും അതിന് ഒരു കാഴ്ചക്കാരനായിട്ട് അതൊക്കെ കണ്ടും കേട്ടും അവർക്കിടയില് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നവനായിക്കൊണ്ട് പ്രവാചകരെ താങ്കൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ താങ്കൾ വിവരിച്ചിട്ടുള്ളത് എന്നതാണ് ഇവരുടെ ചോദ്യം മനസ്സിലുള്ളത്. അതിനുള്ള ഉത്തരമായിട്ടാണ് അള്ളാഹു പറയുന്നത് വലാകിന്ന കുന്ന മുർസലീൻ, മറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, മറിച്ച് നിശ്ചയമായിട്ടും നാം ഈ കാര്യങ്ങളൊക്കെയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നാം തുടരെ പ്രവാചകന്മാരെ അയക്കുകയായിരുന്നു എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ വിവരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് നാം അവതരിപ്പിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ കാര്യങ്ങൾക്കൊന്നും സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. മദിയനില്ലാതെ അദ്ദേഹം പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നുണ്ടായിരുന്നില്ല മൂസ അലൈഹി ഇസ്ലാം അവിടെ എത്തിപ്പെട്ടപ്പോ. എന്നിട്ടും ആ കാര്യങ്ങളൊക്കെ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയായി ഈ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുള്ളത്? ഇതിനൊക്കെ സാക്ഷിയായിട്ട് മുഹമ്മദ് നബി അവിടെ ഉണ്ടായിരുന്നോ? അതല്ല, മറിച്ച് അള്ളാഹു ഇതൊക്കെ അദ്ദേഹത്തിന് ദൈവിക വെളിപ്പാടിലൂടെ അറിയിക്കുകയായിരുന്നു എന്നതാണ് ഇവിടെ ആളുകൾ ആലോചിക്കേണ്ട കാര്യം. അള്ളാഹു തറപ്പിച്ചു പറയുന്നത് വലാകിന്ന കുന്ന മുർസലീൻ, നിശ്ചയമായിട്ടും നാം ഇതൊക്കെയും അവതരിപ്പിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ, ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഞാൻ ഏറെക്കുറെയൊക്കെ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്.
സൂറത്തുൽ അഅറാഫില് 155-ാമത്തെ ആയത്തില് ചില വിശദാംശങ്ങൾ. മൂസ അലൈഹി ഇസ്ലാം 70 ബനു ഇസ്രായേൽ പ്രതിനിധികളുമായി തൂർ പർവ്വതത്തില് അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചക്കും അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ ഏറ്റുവാങ്ങുന്നതിനുമായിട്ട് പോയ സംഭവങ്ങൾ വിവരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. ബൈബിളിന്റെ പുറപ്പാട് പുസ്തകത്തില് 24-ാമത്തെ വചനത്തില് ഇത് വിശദാംശങ്ങൾ കാണാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഇതുപോലെ ബൈബിളില് വേറെ ചിലയിടങ്ങളിലൊക്കെ അതിന്റെ സൂചനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രസക്തമായതുണ്ടെങ്കിൽ നിങ്ങളുമായി മറ്റൊരിക്കൽ പങ്കുവെക്കാം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.